ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് CSSD, അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല തരത്തിലും പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ, നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും, നമ്മുടെ ലേബർ റൂം, അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, നമ്മുടെ പേഷ്യൻ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ തന്നെ നമ്മൾ സ്റ്റെറൈൽ ചെയ്യണം. സ്റ്റെറൈൽ ചെയ്തതിന് ശേഷം അതിനെ വേണ്ട രീതിയിലേക്ക് പാക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും റീയൂസ് ചെയ്യും. അപ്പോൾ അത്തരം പ്രോസസ്സ് നടക്കുന്നതാണ് നമ്മുടെ CSSD. ഈ CSSDയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകണ്ടാമിനേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ യൂസിങ് ഹോസ്പിറ്റൽ തിയേറ്റർ, ലേബർ റൂം, അതേപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലേക്ക് യൂസ് ചെയ്യുക. മറ്റൊന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് പ്രോപ്പർലി ആൻഡ് ക്ലീനിങ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഏതൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, അത് ക്ലീൻ ചെയ്യുകയും വേണം. അതേപോലെ തന്നെ അതിനെ എന്ത് ചെയ്യണം, പാക്കിങ് ചെയ്യണം. മറ്റൊന്നാണ് സ്റ്റെറിലൈസേഷൻ സർവീസ്. സ്റ്റെറിലൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല രീതിയിലും, നോൺ അയണൈസിങ് റേഡിയേഷൻസും അയണൈസിങ് റേഡിയേഷനും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. മറ്റൊന്നാണ് പേഷ്യൻ്റ് എക്യുപ്മെൻറ്റ്സ് ക്ലീനിങ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് പേഷ്യൻ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, നമുക്ക് ക്ലീൻ ചെയ്യണം. മറ്റൊന്നാണ് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ്, കാർട്ട് പ്രോസസ്സിങ്, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ CSSD മെയിൻ ആയിട്ട് ചെയ്യുന്നത്.